ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ബ്രെഡ് കസ്റ്റാർഡാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കൂടാതെ വളരെ ക്രീമിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു ഡെസേർട്ടും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തങ്ങ് കളയണം. ഈ സൈഡ് ഭാഗത്തിൻ്റെ ആവശ്യം ഇതിലോട്ട് വരുന്നില്ല. അപ്പോൾ സൈഡ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇത് 4ആക്കി അങ്ങ് മുറിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. അതിനുശേഷം ഓയിൽ തടവിയ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതില്ല എങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ ആകുമ്പോൾ ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ അതിലോട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു കളറാകുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിട്ടത് പാകമായിട്ട് നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. ശേഷം ഇതിലോട്ട് നമ്മൾ ഇനി ഒരു കസ്റ്റാർഡ് മിക്സാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഒരു 1.5 കപ്പ് പാല് ആദ്യം തിളപ്പിക്കാനായിട്ടങ്ങ് വെക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും ഒരു 1/2 കപ്പ് പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പാലൊക്കെ കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച പാലിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പം തന്നെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പം തന്നെ ഇത് അത്യാവശ്യം ഒരു ലൈറ്റായിട്ട് നല്ലൊരു തിക്നെസ്സിലോട്ട് ഒരു ക്രീമി സ്ട്രക്ചറിലോട്ട് മാറി വരും. അപ്പോൾ അത് പാകമായതിനു ശേഷം ഇതിലോട്ട് കുറച്ച് വാനില എസൻസും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത്ര തന്നെ മധുരം വേണ്ടെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ഒരു ഏകദേശം നല്ലൊരു കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ആ ബൗൾ എടുക്കാം. എന്നിട്ട് അതിലോട്ട് ഈ ബ്രെഡ് പീസസൊക്കെ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് പീസസൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് പൊങ്ങി നിൽക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇത് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ്, അതുപോലെ കാണാനും ഭംഗിയാണ്. ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ബ്രെഡ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.